നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപ് നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഹൈക്കോടതിയിലല്ല സുപ്രീം കോടതിയിൽ പോയാലും അത് തെളിയിക്കാൻ സാധിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ദിലീപും കൂട്ടരും. പക്ഷേ ഇപ്പോഴിതാ നടൻ ദിലീപിനെതിരെ മറ്റൊരു കേസ് തയ്യാറാവാൻ പോവുകയാണ്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിലാണ് നടൻ ദിലീപിനും കൂട്ടുപ്രതികൾക്കുമെതിരായ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടി അന്തിമഘട്ടത്തിൽ ഇപ്പോൾ നീങ്ങുകയാണ്. നടിയെ ആക്രമിച്ച കേസിൽ വിധി വരാൻ ഇരിക്കവെയായിരുന്നു ഒരിക്കൽ സംവിധായകനായ ബാലചന്ദ്രകുമാർ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. അതിനുള്ള തെളിവുകൾ സഹിതമാണ് ബാലചന്ദ്രകുമാർ നൽകിയത്. 2022 ഡിസംബറിൽ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് 2023 ജനുവരി 10 7 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ദിലീപ് മാത്രമല്ല ദിലീപിന്റെ സഹോദരനും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പരാതി. ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് ദിലീപ് സഹോദരൻ അടക്കമുള്ളവരോട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും SP KS സുദർശന്റെ കൈവെട്ടണമെന്ന് പറഞ്ഞതായിട്ടാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. ശബ്ദരേഖയും ഫോൺ റെക്കോർഡും അടക്കം തെളിവായി ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിന് കാവ്യമാധവൻ അടക്കം ദിലീപും ഒരുമിച്ചിരുന്നാണ് നടി ആക്രമിക്കപ്പെട്ട ദൃശ്യം വീട്ടിൽ കണ്ടു എന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതേസമയം നടൻ ദിലീപിനെ നടി ആക്രമിച്ച കേസിൽ പ്രതിയാക്കാൻ സാധിക്കാത്തതുകൊണ്ട് മറ്റൊരു കേസിൽ കൊടുക്കാനാണോ ശ്രമം എന്നാണ് ദിലീപിന്റെ ആരാധകരും ദിലീപിനെ പിന്തുണയ്ക്കുന്നവരും പറയുന്നത്. അതേസമയം ഇത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയുള്ള മറ്റൊരു ശ്രമമായിട്ടാണ് പലരും കാണുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.